സ്വാമി ശരണം. ശബരിമല അയ്യപ്പനോടൊപ്പം ഭക്തർ ആരാധിക്കുന്ന വാപുരസ്വാമിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലടക്കം ഒട്ടേറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ളത് വാവറാണോ വാപുരനാണോ എന്നാണ് ചർച്ചകൾ അത്രയും അരങ്ങേറുന്നത്. വാപുരൻ എന്ന മൂർത്തിയെക്കുറിച്ച് ഭൂതനാഥോപാഖ്യാനത്തിൽ അടക്കം പരാമർശിച്ചിട്ടുണ്ട്. മഹാശാസ്ത്ര പരിവാരങ്ങളിൽ അംഗരക്ഷകനായ ഒരു മൂർത്തിയായിട്ടാണ് വാപുരനെ വന്ദിക്കുന്നത്. ഇപ്പോഴിതാ വാവരോ വാപുരനോ എന്ന തർക്കത്തിന് ഏറെക്കുറെ ഭക്തർക്കിടയിൽ ഉത്തരമായിരിക്കുകയാണ് എന്ന് പറയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എരുമേലി വാവർ പള്ളിയിലെ തിരക്കില്ലായ്മ. കൂടാതെ ഇപ്പോഴിതാ അയ്യപ്പനും വാപുരനും എന്ന പേരിൽ KG വിജയകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആദ്യം ചിത്രത്തിന്റെ പേര് അയ്യപ്പനും വാവരും എന്നായിരുന്നു. എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ വിഷയത്തിൽ നിരന്തരമായി ഇടപെട്ട് കാര്യങ്ങൾ വ്യക്തമായപ്പോൾ വാവർ അല്ല യഥാർത്ഥത്തിൽ ഉള്ളത് എന്നും വാപുരനെ ഏതൊക്കെയോ ശക്തികൾ ചേർന്ന് വാവറാക്കി മാറ്റിയതാണ് എന്നും തിരിച്ചറിഞ്ഞ് അദ്ദേഹം ചിത്രത്തിന്റെ പേര് മാറ്റുകയായിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ 4 ഭാഷകളിലായി മകരവിളക്കിനോടനുബന്ധിച്ചാണ് ഈ ചിത്രം റിലീസിന് എത്തുന്നത്. 4 ഭാഷകളിലെയും പ്രശസ്തരായ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജോൺസൺ പീറ്ററും സൈലേഷ് നാരായണനും ചേർന്നാണ്. ശശികല മേനോൻ, പ്രഭാവർമ്മ എന്നിവരുടേതാണ് വരികൾ. വൈക്കം വിജയലക്ഷ്മി അടക്കമുള്ള പ്രമുഖ ഗായകർ ചിത്രത്തിൽ ഗാനം ആലപിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ സംവിധായകനായ KG വിജയകുമാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് വിജയകുമാർ. പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ എന്ന ഗ്രാമപ്രദേശത്താണ് ജനിച്ചത്. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലാണ് പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കലാപരമായി എഴുതുവാനും കൂടുതൽ ഈ മേഖലയിലേക്ക് എത്തിപ്പെടാനും എനിക്ക് പ്രചോദനം തന്നത് അവിടുത്തെ അധ്യാപകരും എൻ്റെ കൂട്ടുകാരുമാണ്. അവരിൽ കൂടിയാണ് എന്നിൽ എന്തെങ്കിലും കലയ്ക്ക് ഒരു പ്രോത്സാഹനം ഉണ്ടാകാനുള്ള തുടക്കം. അതിനുശേഷം MAക്ക് തിരുവനന്തപുരത്ത് പോകുമ്പോഴാണ് സിനിമയിലേക്ക് കടന്നു വരാനുള്ള അവസരം കിട്ടിയത്. പാറ എന്ന ചിത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ട് എഴുതിക്കൊണ്ടാണ് സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത്. കണ്ണൂരായൻ്റെ മ്യൂസിക്കിൽ ആ ഗാനം പാടിയത് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അന്നത്തെ പ്രശസ്ത മ്യൂസിക് ഡയറക്ടറായ ഇളയരാജയാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു മലയാള ഗാനം പാടുന്നത്. അതിനുശേഷം വേറൊരു ഗാനം പാടിയതായിട്ട് അറിയില്ല. തുടർന്ന് 85-ലാണെന്ന് തോന്നുന്നു ആദ്യ ചിത്രം സംവിധാനം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. എന്നോടൊപ്പം പഠിച്ച എൻ്റെ സുഹൃത്തുക്കളായ വിജയ വർഗീസും ജോയ്സ് തോപ്പിലും കൂടിയാണ് ആ ചിത്രം നിർമ്മിച്ചത്. അമ്പിളി അമ്മാവൻ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ആ ചിത്രത്തിലൂടെയാണ് ഗായിക ചിത്രയും പിന്നെ ഗിന്നസ് പക്രുവും എല്ലാവരും മലയാള സിനിമയിലേക്ക് കടന്നു വന്നെന്നാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ പറയാൻ കഴിയുന്നത്. വിനയനും, ഇന്നത്തെ സൂപ്പർ സംവിധായകൻ വിനയനും അതിൻ്റെ അകത്തൊരു ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ട്. അതായിരുന്നു സിനിമയിലേക്കുള്ള രംഗപ്രവേശം. തുടർന്ന് 10 ചിത്രങ്ങളോളം സംവിധാനം ചെയ്തു, 3 ചിത്രങ്ങളോളം നിർമ്മിച്ചു, 10-18 ചിത്രങ്ങളോളം വിതരണം ചെയ്തു. ഇതാണ് സിനിമയിലേക്കുള്ള എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ. ഇതിനു മുമ്പ് ചെയ്ത ചിത്രം ദയാഭാരതി എന്ന ചിത്രമാണ്. ദയാഭാരതിയിൽ അഭിനയിച്ചത് തെന്നിന്ത്യയിലെ പ്രശസ്ത ഗായകൻ ഹരിഹരനാണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്. അതിൽ കുറേയേറെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. സ്ത്രീ ശാക്തീകരണം, എഡ്യൂക്കേഷൻ, പരിസ്ഥിതി, ഈ 3 വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് കാടിൻ്റെ പശ്ചാത്തലത്തിൽ ട്രൈബൽസിനെ ബേസ് ചെയ്തുള്ള സബ്ജക്റ്റാണ് ചെയ്തത്. അത് 2 മാസം മുമ്പ് റിലീസ് ചെയ്തു. ഇനി ഈ എൻ്റെ പുതിയ ചിത്രമായ അയ്യപ്പനും വാപുരനും എന്ന സിനിമയെക്കുറിച്ച് പറയാം. അയ്യപ്പനും വാപുരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എങ്ങനെ ഈ സിനിമ ഉണ്ടായി എന്ന് പറയാം. ഒരുപാട് ഭക്തി സംബന്ധമായ സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ വന്ന സിനിമകളിൽ ഏറെയും ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് അയ്യപ്പനെ കുറിച്ചാണ്. നന്ദനം എന്ന ചിത്രം വളരെ ഹിറ്റായിരുന്നു കൃഷ്ണനെക്കുറിച്ച് വന്നു. മാളികപ്പുറം എന്ന അയ്യപ്പനെ ബേസ് ചെയ്ത സബ്ജക്റ്റും അതും ഭയങ്കര ഹിറ്റായിരുന്നു.
അങ്ങനെ ഏത് സിനിമ സംബന്ധിച്ച് ഞാനാണെങ്കിൽ കുറേയേറെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരപ്പനെക്കുറിച്ചാണെങ്കിലും പിന്നെ ചക്കുളം ക്ഷേത്രത്തെക്കുറിച്ചാണെങ്കിലും പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തെക്കുറിച്ചാണെങ്കിലും അങ്ങനെ കുറേയേറെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരുപാട് ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ശബരിമലയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്ത് അത് അവതരിപ്പിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് വ്യത്യസ്തമായ ഒരു പ്രമേയത്തിലൂടെ പിന്നെ അയ്യപ്പൻ്റെ ഒരു കഥ പറയണമെന്ന് ആലോചിച്ച് ഞാൻ 3-4 വർഷമായിട്ട് ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. അങ്ങനെ ഞാൻ പന്തളം കൊട്ടാരത്തിൽ പോയി. അവിടെ ഞാൻ പരിചയപ്പെട്ട ഗിരീഷ് കുമാർ എന്ന കൊട്ടാരത്തിലെ ഒരംഗം കുറേ ചരിത്രങ്ങളും കൊട്ടാരത്തിൻ്റെ ലൈഫും ഇപ്പോഴത്തെ കാര്യങ്ങളും അവരുടെ മാനസിക വിഷമങ്ങളും അവരിന്ന് നേരിടുന്ന പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു. അതിലുള്ള നല്ല ത്രെഡുണ്ടെന്നും നല്ലൊരു മെസ്സേജ് ജനങ്ങൾക്ക് നൽകണമെന്നും ഒരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടായത്. 2 വർഷം മുമ്പാണ് ഇതിൻ്റെ തുടക്കം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിലും പല സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഈ കഥയുമായിട്ടുള്ള ചർച്ച വന്നു. അപ്പോൾ ഏത് രീതിയിൽ കഥ പറയണം എന്നുള്ള രീതിയിൽ വന്നിട്ട് ഒരുപാട് സീരിയലുകളും അല്ലാതെ മീഡിയയിൽ കൂടിയെല്ലാം അയ്യപ്പൻ്റെ കഥകൾ പല രീതിയിൽ പല ഭാവനകളിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരുപാട് പേര് പല രീതിയിൽ കണ്ടിട്ട് അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് എടുക്കുന്ന ആ സീരിയൽ കഥകൾക്കൊക്കെ എത്രമാത്രം വിശ്വസനീയതയുണ്ട്, എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത, അവർക്ക് പോലും അറിയാൻ കഴിയാത്ത ജനങ്ങൾ വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ എന്താണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ, അതൊക്കെ ഒന്ന് പുറത്ത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എളിയ പ്രയത്നത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിന് ഞാൻ ആദ്യം ഇട്ട പേര് അയ്യനാർ എന്നായിരുന്നു. ചിത്രം തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് റിലീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മാനേജർമാർ പലയിടത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം ചോദിച്ചത് ഇതൊരു തമിഴ് പടമാണോ എന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ ചിന്തിച്ചപ്പോൾ ആലോചിച്ചപ്പോഴാണ് അയ്യപ്പനും വാവരും എന്നാക്കിയത്. ഈ സമയത്താണ് ഞാൻ ശ്രീമദ് ഭാഗവത് ബോധ്യായ എന്ന പുസ്തകത്തിൽ കല്ലറ കൃഷ്ണൻ എന്നുള്ള പുള്ളിയുടെ പുസ്തകം വായിക്കാനിടയായി. അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പല ആൾക്കാരോട് സംസാരിച്ചു. അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായത്. അതിലെത്രമാത്രം സത്യമുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുവാനോ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും ഒരു ചരിത്ര പുരുഷനൊന്നുമല്ല ഞാൻ കേട്ടതെന്ന് പറഞ്ഞതുമായ സംഭവമായിട്ട് ബേസ് ചെയ്ത് അയ്യപ്പൻ്റെ ഒരു സന്തത സഹകാരി എന്ന് പറയാം, അല്ലെങ്കിൽ ശിവൻ്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട ഒരാളായ ബാബുരൻ എന്ന ഒരു മൂർത്തി അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് വരുന്നു. യുദ്ധത്തിനും മറ്റൊരു യോദ്ധാവായിട്ട് തുടർന്ന് അയ്യപ്പ സന്നിധിയിലേക്ക് വരുന്ന സാധാരണ ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. ആ ഒരു സങ്കല്പം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാബുരൻ എന്നുള്ള പേര് ഞാൻ കൊടുത്തത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ഒരു അപകടം കൊണ്ട് സംഭവിച്ചാൽ നമ്മളെ സഹായിക്കാൻ നമ്മൾ വിളിക്കുന്ന ദൈവങ്ങൾ ആ ദൈവങ്ങളായിരിക്കില്ല ഒരു പക്ഷേ നമ്മളെ സഹായിക്കാൻ വരിക. ആ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പം നമ്മളെ സാമ്പത്തികമായിട്ടാണെങ്കിലും രോഗത്തിൽ നിന്നായാലും ദുരിതത്തിൽ നിന്നും ആര് രക്ഷിക്കുന്നു അവരെല്ലാം നമുക്ക് ദൈവങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂർത്തിയായ ബാബുരൻ കൂടെ അയ്യപ്പനെ സഹായിക്കാൻ വരുന്ന, മണികണ്ഠനെ സഹായിക്കാൻ വരുന്ന അവരുടെ കഥയാണ് ഞാൻ ഇതിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബാബുരൻ ആണ് യഥാർത്ഥ പേരെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ചിത്രത്തിന് അയ്യപ്പനും ബാബുരനും എന്ന പേര് നൽകിയത്. ഈ ചിത്രം സത്യത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഒരു മുഖമാണ്. ഒരുപക്ഷെ വിവാദങ്ങളോ മറ്റോ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും പറഞ്ഞതും ആയ സംഭവങ്ങളാണിതിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചിത്രം കണ്ടിട്ട് വേണ്ട പ്രോത്സാഹനം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും ഒരുപാട് പേരുടെ സഹകരണം എനിക്ക് ഇതിനോടകം ലഭ്യമായിട്ടുണ്ട്. പല ഹൈന്ദവ ചിത്രങ്ങൾ അല്ലെ ഭക്തി ചിത്രങ്ങളൊക്കെ വിജയത്തിന് ഇവരുടെ എല്ലാം
അകമഴിഞ്ഞ പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാളികപ്പുറം എന്ന ചിത്രത്തിൻ്റെ സൂപ്പർ ഹിറ്റ് എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ഈ സംഘടനകളുടെ നിസ്തൂലമായ പ്രോത്സാഹനം കൊണ്ടാണ്. അതേപോലെ തന്നെ ഞാൻ ഇവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സ്നേഹവും ആദരവും ക്ഷണിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.